നമസ്കാരം. സംഘി പേജുകളിലെല്ലാം ഒരു ആഘോഷം നടക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും SFI മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM ആർഷോയെ എന്തോ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവൻ എന്നൊരു കിണയൻ എന്തോ കയ്യേറ്റം ചെയ്തു അത്ര. ആ കയ്യേറ്റം ചെയ്ത ധീരനെ പോലെയാണ് ആഘോഷിക്കുന്നത്. ഒരു കണക്കിന് ഈ ബ്രിട്ടീഷുകാരെ കണ്ട സന്ദർഭത്തിൽ അന്ന് എന്താണോ സംഘികൾ ചെയ്ത പ്രവർത്തനം, ആ പ്രവർത്തനം ചെയ്യാതെ നേരിട്ട് ഏറ്റുമുട്ടുന്നതാണ് ധീരതയെന്ന് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ വന്നിട്ട് പോയതിന്റെ തിരിശേഷിപ്പാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചും അവർക്കൊരു ധാരണയില്ല. കാര്യം പണ്ട് ബ്രിട്ടീഷുകാരുടെ ആകാര വടിവ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, അവർ ഈ തോക്കുമായിട്ടൊക്കെ വന്ന സമയത്ത് അവരുടെ മുന്നിൽ അടിപതറാതെ അന്നും നെഞ്ചുറപ്പോടെ എങ്ങനെയാണ് സ്വന്തം ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ നിന്നതെങ്ങനെയെന്ന് ആർഷോയുടെ കഴിഞ്ഞ ദിവസത്തെ ആ നിൽപ്പിൽ തന്നെ ഉണ്ട് ആ ധീരത. ആ ധീര സന്ദർഭത്തിൽ എങ്ങനെയാണ് കുറച്ച് ആരോഗ്യം കൂടുതലുണ്ട് എന്ന നിലയ്ക്ക് പിടിച്ചു തള്ളിയപ്പോൾ ഹീറോ ആയി മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ ഇതൊരു വലിയ ധീരതയായിട്ട് കാണുന്നവർ അന്ന് ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ നിന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഇന്ത്യക്കാർ തിരിച്ച് ബ്രിട്ടീഷുകാരെ നേരിടുന്ന സന്ദർഭത്തിൽ കാല് നക്കാൻ പോയവരുടെ പിന്തലമുറക്കാരാണ് ഇന്നിപ്പോ കൈയടിക്കുന്നത്. ആ കാല് നക്കിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രശാന്ത് ശിവന്മാർ ഈ നാട്ടിൽ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ച് ഇവർക്ക് അറിയില്ല. കാര്യം അവരുടെ മുത്തശ്ശന്മാർ കാല് നക്കാൻ പോയ സമയത്ത് ബ്രിട്ടീഷുകാർ സംഭാവന ചെയ്ത നിറവും അല്ലെങ്കിൽ ആകാര വടിവാണ് ഇതെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാതെ അവർക്ക് വേണ്ടി കൈയടിക്കാൻ നടക്കുന്ന, അല്ലെങ്കിൽ അവരെ പോലെ തന്നെ ഈ കാല് നക്കലുകാർക്ക് വേണ്ടി ജയ് വിളിക്കാൻ നടക്കുന്ന വിഭാഗക്കാർ ഇത് ആഘോഷിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. അവരുടെ ഹീറോകൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ആരാണ് ഏറ്റവും വലിയ ധൈര്യശാലി? ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ദൃശ്യം കണ്ടവർക്ക് അറിയാം, ഒരു വ്യക്തി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടയിൽ ഇടപെടുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ എന്താണ് വകതിരിവെന്നോ വിവരക്കേടെന്നോ അറിയില്ല. BJP ഒരു നേർച്ചക്കോഴിയാക്കി എടുത്ത് കളത്തിലിറക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു ബലിദാനി ആവശ്യമുണ്ട്. ഇനി സംഘപരിവാറിനെ ഈ നാട്ടിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിന് നേർച്ചക്കോഴിയായിട്ട് ഇരുത്താൻ പറ്റിയ ഒരുത്തനെ കിട്ടി. അവനാകുമ്പോ ഈ പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്ത് ആള് താമസമില്ല, വിവരമില്ല, വകതിരിവില്ലാത്ത ഒരു വിവരക്കേടിനെ ആ പദവിയിൽ കൊണ്ടുവന്നിരുത്തി. എവിടെന്നെങ്കിലും ഇവ എന്താവും? ബലിദാനിയാവും. അന്ന് അവന്റെ ഫോട്ടോ വെച്ച് സംഘപരിവാറിനെ വളർത്താൻ വേണ്ടി ചാവേറാക്കി ഇറക്കി വിട്ടിരിക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ പോയി ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക. ബ്രിട്ടീഷുകാരും അന്ന് ഇതുപോലുള്ള ആകാര വടിവുകാർ തന്നെയായിരുന്നു. അവരെ കണ്ടിട്ട് പേടിച്ചിട്ടില്ലാത്തവരാണ് ഈ നാട്ടിലെ ഇടതുപക്ഷക്കാർ എന്ന് പറയുന്നത്. അവർക്കെതിരെ നേരിട്ട് പോരാടിയവരാണ്. അതുകൊണ്ട് വ്യക്തിയുടെ ആരോഗ്യം നോക്കി ഞങ്ങളുടെ സൂപ്പർ ഹീറോ ഇതെന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ കാണുമ്പോഴും ഇപ്പോഴും സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവർക്ക് ആ ഒരു രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ ആവേശം കൊള്ളിക്കും. അന്ന് ഇതുപോലെ ഇന്ത്യക്കാരുടെ കുത്തിരി പിടിച്ച സമയത്ത് സവർക്കർ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിനെതിരെ പോരാടാൻ പോകരുത്, ബ്രിട്ടീഷുകാരുടെ കാല് തിരുമാൻ പോകൂ എന്ന നിലയ്ക്ക് സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ പോലും അവർക്ക് വേണ്ടി ഈ പട്ടേലരുടെ അത്തറിന് എന്തൊരു മണമാണെന്നുള്ള നിലയ്ക്കൊക്കെ അവർ കാഴ്ചവെച്ചവരാണ്. അതുകൊണ്ട് ഇന്ന് ഇവർക്ക് പ്രശാന്ത് ശിവന്മാരെ ഈ നാട്ടിൽ കിട്ടി. അങ്ങനെയുള്ള വ്യക്തി കാണിച്ച ഈ കിളിപറന്ന സ്വഭാവം കണ്ടിട്ട് ചിലർ ആവേശഭരിതരാകുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ആരാണ് തന്റെ ആരോഗ്യമല്ല ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ വിവരക്കേടുകൾ വിളിച്ചു പറയുക, സാമാന്യ ബോധമില്ലാതെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഈ ചെരക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെ നമ്മുടെ നാട്ടിൽ പറയും വിവരക്കേടാണെന്ന്. പക്ഷെ സവർണനായി ജനിച്ചുകൊണ്ട് അവ എന്ത് തെമ്മാടിത്തം പറഞ്ഞാലും അതിനുവേണ്ടി കൈകൊട്ടായിരിക്കുന്ന അടിമകളെ സംബന്ധിക്കുന്നിടത്തോളം പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന വിവരക്കേട് അല്ലെങ്കിൽ നേർച്ചക്കോഴി അവരെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു സംഭവമാണ്. പിന്നെ ഈ പ്രശാന്ത് ശിവൻ ആരാണെന്നുള്ള കാര്യം ഈ അടുത്ത കാലത്ത് ഇതുപോലെ സംഘപരിവാറിന്റെ ആലയത്തിൽ നിന്ന് പുറത്തു വന്ന വ്യക്തിയായിട്ടുള്ള സന്ദീപ് വാര്യർ പറഞ്ഞ വാചകമുണ്ട്. ആ വാചകത്തിന്റെ ഒരു കാർഡ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത്രമാത്രം അശ്ലീലമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ പദവികളിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടി ഈ അടുത്ത ദിവസം RSS ശാഖയിൽ നിന്ന് ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരനിട്ടൊരു വീഡിയോ ഉണ്ട്. അതിൽ പറയുന്നൊരു വാചകമുണ്ട്, ഒരു കാരണവശാലും തന്തേനാണെങ്കിലും സഹോദരനാണെങ്കിലും RSS ബന്ധമുണ്ടോ അവരോടൊപ്പം പോകരുത്. കാര്യം തന്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ആ ഒരു പ്രകടനം എന്തായിരുന്നു എന്നും ആ ദണ്ഡ് പ്രവർത്തനം എന്തായിരുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ദണ്ഡ് പ്രവർത്തനത്തിന്റെ ആശാനാണെന്ന് പറഞ്ഞത് ഞാനല്ല, സന്ദീപ് വാര്യറാണ്. അങ്ങനെ ശാഖയിലെ ദണ്ഡ് വിദഗ്ധനായിട്ട് വളർന്നു വന്ന വ്യക്തി ഈ കാണിച്ച പട്ടി ഷോ, ആ പട്ടി ഷോ കാണുമ്പോൾ ചിലർക്കൊക്കെ വല്ലാത്ത ആവേശം തോന്നുകയാണെങ്കിൽ അവരോട് ആർഷോ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരൊറ്റ പോസ്റ്റ് മാത്രമേ മറുപടിയായിട്ട് പറയാനുള്ളൂ. ആ മറുപടി ദേ ഇങ്ങനെയാണ്: ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. അതെ, ഒരു ചാണകത്തെ ചാണകമായി കാണുന്നത് തന്നെയാണ് പക്വത. പിന്നെ തിരിച്ച് നേരിടാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെയാണ്.
അതൊക്കെ ഈ പറയുന്ന ഇടപ്പാൾ ഓട്ടം തൊട്ട് പല കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ മതി. ഒരു ക്യാമറയും 3-4 മൈക്കും 4-5 പേരും അവിടെ ഉണ്ടായിരുന്നതിന്റെ പട്ടി ഷോയാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന തടിമിടുക്കുള്ളവൻ, അവന് 10 പൈസയുടെ ബുദ്ധിയുടെ കുറവുണ്ട്. അവന്റെ വർത്തമാനം കേൾക്കുമ്പോൾ, അവന്റെ ഷോ കേൾക്കുമ്പോൾ, അവന്റെ ഡയലോഗ് അടി കേൾക്കുമ്പോൾ അറിയാം അവനോട് മറ്റേ ആരോഗ്യമുണ്ട്, ഒരു വ്യക്തിയെ അടിക്കാൻ അവന് കഴിയുമെന്ന് കരുതിക്കൊണ്ട് ഇതുപോലുള്ള വ്യക്തികളെ എല്ലാം മറികടന്നാണ് ഈ നാടിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്ന് മാത്രമേ അവരെയൊക്കെ ഉപദേശിക്കാനുള്ളൂ. അതുപോലെ ആർഷോ പറഞ്ഞ പോലെ ചാണകത്തിൽ ചവിട്ടരുതെന്ന് പറയുന്ന പോലെ തന്നെ ചാണകത്തെയും ചവിട്ടരുതെന്ന് പറയുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു രീതി അവലംബിച്ചത് ഒരാളുടെ ധൈര്യമാണ്, അയാളുടെ ക്വാളിറ്റിയാണ്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന വിടുവായങ്ങളെ പറയേണ്ട പേരാണ് ചാണകക്കുഴിയിൽ കിടന്ന് നുരയ്ക്കുന്ന പുഴുക്കൾ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സായിപ്പ് ഈ നാട്ടിൽ അവശേഷിപ്പുകളായിട്ട് ഉപേക്ഷിച്ചു പോയ ഇതുപോലുള്ള മാലിന്യങ്ങളെയൊക്കെ എടുത്ത് ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഈ നാടിന്റെ പൈതൃകം പേറി ഈ നാടിന്റെ ഉസിരും ഊർജവും ഏത് സന്ദർഭത്തിലും തുറന്നു കാട്ടുമെന്നുള്ള ആ ധൈര്യം പ്രകടിപ്പിച്ചതുണ്ടല്ലോ, അതാണ് ഈ നാടിന്റെ പാരമ്പര്യമെന്ന് ആർഷോ തെളിയിച്ചിരിക്കുകയാണ്. അവിടെ പിന്മാറാതെ ഒരു ചാണകത്തിന്റെ മുന്നിൽ അവന്റെ ആകാര വടിവോ അവന്റെ പൊണ്ണത്തടിയോ കണ്ടിട്ട് അതിനോട് പേടിച്ച് പിന്മാറാതെ ഏറ്റുമുട്ടാൻ ഇറങ്ങിയതാണ് കേരളത്തിന്റെ പാരമ്പര്യം. അല്ലാതെ ബ്രിട്ടീഷുകാരുടെ തിരുശേഷിപ്പ് വെച്ചിട്ട് ആഘോഷിക്കുന്ന സംഘപരിവാറുകാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതേ കിട്ടുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാമറ ഷോയ്ക്കപ്പുറം വെറും ചള്ളത്തടിയാണെന്ന് കാലം തെളിയിക്കാൻ പോകുന്ന സന്ദർഭം കടന്നു വരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ.